ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. അച്ഛൻ ബാങ്കിൽ നിന്ന് വരുമ്പോൾ പണം തട്ടിപ്പറിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ അമ്മയുടെ ബുദ്ധിയാണെന്ന് ഞാൻ അറിഞ്ഞു. അമ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ അത്. എനിക്ക് വേണ്ടി ഇത്തവണ കൂടി അച്ഛൻ അമ്മയോട് പൊറുക്കണം. നിനക്ക് വേണ്ടി പൊറുക്കണമെന്നൊക്കെ പറയാൻ നീ ഇപ്പൊ എന്റെ ആരേന്ദ്ര? അത് പോട്ടെ. ഇതുവരെ നീ എന്റെ മകളുടെ ഭർത്താവായിരുന്നല്ലോ എന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ ഇപ്പോഴും നീ നിന്റെ അമ്മയെ രക്ഷിക്കുക വഴി ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത പ്രതിയെ വീണ്ടും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കല്ലേ ഇന്ദ്ര? എന്റെ മകളെ നിന്റെ അമ്മ ഓരോ തവണയും വേദനിപ്പിക്കുമ്പോഴും നിന്നെ ഓർത്താ ഞാനും എന്റെ മോളും ക്ഷമിച്ചത്. അതുപോലെ അല്ലല്ലോ ഇന്ദ്ര ഇത്. ഒരു കുറ്റവാളിയെ അറിഞ്ഞുകൊണ്ട് നിയമത്തിന് മുന്നിൽ നിന്നും മറച്ചു വെക്കുന്നതും ഒരു കുറ്റമാണ്. എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച ആ ബാഗിനകത്ത് 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിലോ? എന്റെ മകൾക്ക് ആ വീട് വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ ഞാൻ തോൽക്കും. അതിന് തുരങ്കം വെച്ച നിന്റെ അമ്മ അവിടെ ജയിക്കുകയും ചെയ്യും. അനുപമ അവിടെ ഒന്ന് ആ ബാഗ് കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമല്ലേ ഇന്ദ്ര, അല്ലെങ്കിൽ നിന്റെ അമ്മ ചെയ്ത കുറ്റം ആരെങ്കിലും പുറത്തു വിടുമായിരുന്നു? നീ ഇതുപോലെ വന്ന് എന്നോട് ക്ഷമ ചോദിക്കായിരുന്നു ഇന്ദ്ര. അമ്മയുടെ ഇത്തരം പ്രവൃത്തികളൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടല്ല അച്ഛാ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇതിനെ അനുവദിക്കില്ലായിരുന്നു. അല്ലെങ്കിലും നിന്റെ അമ്മ ചെയ്തു കൂട്ടുന്നൊന്നും നീ അറിയാറില്ലല്ലോ, അറിയാനൊട്ട് ശ്രമിക്കാറുമില്ല. നിനക്ക് നിന്റെ അമ്മ പറയുന്നത് മാത്രമാണ് വേദവാക്യം. അതുകൊണ്ടല്ലേ അന്ന് അനുമോൾ അടിച്ചെന്ന് നിന്റെ അമ്മ കള്ളം പറഞ്ഞപ്പോ അതുവരെ ഒപ്പം ജീവിച്ച ഭാര്യയാണെന്ന് പോലും ഓർക്കാതെ നീ എന്റെ മോളെ തള്ളി പറഞ്ഞത്.